വർഷത്തിൽ 28 ദിവസം മാത്രം തുറക്കുന്നൊരു ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ലേ? അതുതന്നെ കൊട്ടിയൂർ. അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ട് വന്നാലോ? അപ്പം കഥയിലേക്ക് പോകും. ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂരെന്നാണ് വിശ്വാസം. പണ്ട് പരമശിവനെ സതി വിവാഹം കഴിച്ചതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവായ ദക്ഷൻ ശിവനെയും സതിയെയും ഒഴിച്ച് 14 ലോകത്തെയും ക്ഷണിച്ച് ഒരു യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതിയും യാഗം കാണാൻ പോയി. അവിടെ വെച്ച് ദക്ഷൻ ശിവനെ അവമാനിച്ചു. അതിൽ കൃതിയായ സതി യാഗത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതറിഞ്ഞ ദേഷ്യത്തിൽ ശിവൻ ജട പറിച്ച് നിലത്തടിച്ചെന്നും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചുവെന്നും യാഗശാലയിലേക്ക് ഇരച്ചു കയറിയ വീരഭദ്രൻ ദക്ഷൻ്റെ തല അറുത്തുവെന്നുമാണ് ഐതിഹ്യം. സതിയുടെ ശരീരവുമായി ശിവൻ സംഹാര താണ്ഡവമാടിയെന്നും പിന്നെ ദേവന്മാരെല്ലാവരും കൂടെ ശിവനെ ശാന്തനാക്കി. അതിനിടയിൽ ദക്ഷൻ്റെ തല ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്ത് വെച്ച് ദക്ഷനെ പുനർജീവിപ്പിച്ചുവെന്നും ഈ യാഗം നടന്ന സ്ഥലമാണ് പിന്നീട് കൊട്ടിയൂർ വനമയമാടിയതെന്നുമാണ് ഐതിഹ്യം. അപ്പോഴേ കഥ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ പോലെ കൊട്ടിയൂർ കണ്ണൂരാ. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തും ഒന്നും നോക്കിയില്ല, ഫ്ലൈറ്റ് അങ്ങോട്ട് സെറ്റാക്കി. ചുമ്മാ കേട്ടാ ട്രെയിനിൻ്റെ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ്. കാറാണെങ്കിൽ 10-15 കിലോമീറ്റർ അല്ലേ. പിന്നെ ആകെ ഈ വീക്കെൻഡ് 2 ദിവസമേ ഉള്ളൂ. പിന്നെ ഫ്ലൈറ്റ് തന്നെ അങ്ങ് ഉറപ്പിച്ചു. ഇൻഡിഗോ ആണ് ബുക്ക് ചെയ്തത്, ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല. കൊച്ചിയിലൊരു 20 മിനിറ്റ് ലേ ഓവർ ഉണ്ട്. ഫ്ലൈറ്റ് കയറാൻ നിന്നപ്പോഴാണ് ഇതാ വരുന്നു നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറ്. അമ്മയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. ആദ്യമേ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഓക്കെ ആയി. ആകാശക്കാഴ്ച കണ്ടുകൊണ്ട് ഇരിപ്പായി. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ കൊച്ചിയിലേക്ക് 15 മിനിറ്റ് അത്ര ആയുള്ളൂ ടേക്ക് ഓഫ് കഴിഞ്ഞ് കൊച്ചിയിലെത്താൻ. വിൻഡോയിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഇപ്പോഴും സൂര്യനെ കാണാൻ പറ്റും ആകാശത്ത്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. മുഖ്യമന്ത്രിയുടെ യാത്ര ഇവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കോൺവോയ് വന്നിട്ടുണ്ട്. അങ്ങനെ ആകാശത്തൂടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നേരെ കണ്ണൂരേക്ക്. നാളെ രാവിലെയാണ് കൊട്ടിയൂർക്ക് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ക്യാബെല്ലാം ഞാൻ ഹോട്ടലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നാളത്തേക്കുള്ള ക്യാബ് റെഡിയാക്കി വെച്ചിരിക്കും. അങ്ങനെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. രാവിലെ നമ്മൾ കൊട്ടിയൂർക്കുള്ള യാത്ര തുടങ്ങി. ഞായറാഴ്ച ആയതുകൊണ്ട് ഓൾറെഡി തിരക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. അതെ, കർണാടകക്കാർ കുറച്ച് കൂടുതലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. മൊത്തം അവരായിരുന്നു. പിന്നെ വീക്കെൻഡും കൂടെ അല്ലേ, വേറൊന്നും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ പാലം കയറി ഇപ്പുറത്ത് വന്ന പുഴയിൽ കുളിച്ചിട്ട് നേരെ അക്കരെ കൊട്ടിയൂരേക്കുള്ള മെയിൻ ക്യൂവിൽ കയറി. ഈ കാണുന്നതാണ് അക്കരെ കൊട്ടിയൂർ. ഇത് താൽക്കാലികമായിട്ട് ചുറ്റി ഉണ്ടാക്കിയതാണ്. വൈശാഖോത്സവം കഴിഞ്ഞതോടുകൂടി ഈ സാധനം എല്ലാം പൊളിച്ചു മാറ്റും. അങ്ങനെ അക്കരെ കൊട്ടിയൂർ തൊഴുത് കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോയത് ഇക്കരെ കൊട്ടിയൂരേക്കാണ്. ഇവിടെയാണ് കേട്ടോ അതിനേക്കാളും കൂടുതൽ തിരക്ക്. അവിടെ നടയുടെ അടുത്ത് എത്തിയപ്പോഴാണ് നട തുറക്കില്ല. നമുക്കതറിയില്ലായിരുന്നു. ഈ തിരക്കൊക്കെ കണ്ടിട്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.